ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും SS സ്പോർട്സ് മീഡിയയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ക്രിക്കറ്ററായിട്ടുള്ള അജിൻക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഒത്തിരി ഫാൻ ബേസ് ഉള്ള ഒരു താരമൊന്നുമല്ല അജിൻക്യ രഹാനെ എന്ന് പറഞ്ഞാൽ. അൺറേറ്റഡ് പ്ലെയർ എന്ന് തന്നെ നമ്മൾ കണക്കാക്കുന്ന ഒരു പ്ലെയറാണ്. അതായത് സച്ചിൻ എത്രയോ അല്ലെങ്കിൽ ഗാംഗുലി, വീരേന്ദ്ര സെഹ്വാഗ്, യുവരാജ് സിംഗ്, മഹേന്ദ്ര സിംഗ് ധോണിയെപ്പോലെ ഒരു വലിയൊരു ജനവിഭാഗത്തിൻ്റെ ആരാധന കഥാപാത്രമൊന്നുമല്ല ഒരിക്കലും അജിൻക്യ രഹാനെ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ്. അജിൻക്യ രഹാനെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് 85 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഏകദിനത്തിലേക്ക് വന്ന 90 ഏകദിന മത്സരങ്ങൾ കളിച്ചു. T20 20 T20 മത്സരങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. ഈ 85 ടെസ്റ്റ് മത്സരങ്ങളിൽ അദ്ദേഹം 6 മത്സരങ്ങളിൽ ക്യാപ്റ്റനായിട്ടുണ്ട്. അതിൽ 4 മത്സരങ്ങളിൽ ഇന്ത്യ വിജയിക്കുകയും 2 മത്സരങ്ങൾ സമനിലയാകുകയും ചെയ്തു. അതായത് ഒരു പരാജയം പോലും ഇല്ലാത്ത ക്യാപ്റ്റനാണ് അജിൻക്യ രഹാനെ എന്ന് പറയുന്നത്. നമുക്കറിയാം, 2020-21 ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയയിൽ വെച്ച് നമ്മൾ ഓസ്ട്രേലിയയുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് ആദ്യ മത്സരത്തിൽ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ 36 റൺസിന് ഓൾ ഔട്ടായി. അങ്ങനെ അന്നത്തെ ക്യാപ്റ്റനായിരുന്ന വിരാട് കോഹ്ലി നാട്ടിലേക്ക് മടങ്ങുകയും താരതമ്യേന പരിചയസമ്പത്ത് കുറഞ്ഞ ഒരു ടീമുമായിട്ടാണ് അജിൻക്യ രഹാനെ എന്ന ഒരു ക്യാപ്റ്റൻ്റെ കീഴിൽ ഇന്ത്യ ആ പരമ്പര കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ മത്സരം പുരോഗമിക്കുന്നതിനിടയിൽ മറ്റ് പ്രമുഖരായ താരങ്ങൾക്കും പരിക്കേൽക്കുകയും ചെയ്തതുകൂടി തികച്ചും യുവനിര അല്ലെങ്കിൽ പുതുനിരയെ വെച്ചിട്ടാണ് ആ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത അജിൻക്യ രഹാനെയിൽ വന്നു ചേരുന്നത്. മെൽബൺ ടെസ്റ്റിൽ അദ്ദേഹം സെഞ്ചുറി നേടി. അങ്ങനെ ഇന്ത്യ വിജയിക്കുന്നു. പിന്നീട് ഉള്ള മത്സരങ്ങളിലും ആ പരിചയസമ്പത്ത് കുറഞ്ഞ ടീമിനെ വെച്ചിട്ട് അദ്ദേഹത്തിന് വിജയം പിടിച്ചെടുക്കാൻ സാധിക്കുന്നു. 2-1 ഓസ്ട്രേലിയയെ തകർക്കുവാനായിട്ട്, പരാജയപ്പെടുത്തുവാനായിട്ട് അജിൻക്യ രഹാനെ എന്ന ക്യാപ്റ്റന് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ചരിത്രം കുറച്ചും കൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ 2014 ലോർഡ്സ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു സെഞ്ചുറി നേടുന്നുണ്ട് ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ. അങ്ങനെ 28 വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിനെ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ പരാജയപ്പെടുത്തുവാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നു. 2015 ഡൽഹി വെച്ച് നടന്ന ടെസ്റ്റ് മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയുമായി ഇന്ത്യ ഏറ്റുമുട്ടുന്നു. ഒരു മത്സരത്തിലെ 2 ഇന്നിങ്സിലും അദ്ദേഹം സെഞ്ചുറി നേടി. അജിൻക്യ രഹാനെ സെഞ്ചുറി നേടുന്നു. അങ്ങനെ ഇന്ത്യ വിജയിക്കുന്നു. 2019 വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടന്ന മത്സരത്തിൽ അദ്ദേഹം 81, 102 എന്നീ 2 ഇന്നിങ്സുകളിലായി നേടിയ ഒരു വലിയ പ്രകടനത്തിൻ്റെ പിൻബലത്തിൽ ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഒട്ടനേകം മത്സരങ്ങളിൽ ഇന്ത്യയെ നിർണായക ഘട്ടത്തിൽ അദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിനാണ്. നമുക്കൊരു കൂറ്റിനടിക്ക് പേര് കേട്ട താരമൊന്നുമല്ല അജിൻക്യ രഹാനെ എന്ന് പറയുന്നത്. പക്ഷേ ഒരു ശാന്തമായിട്ടുള്ള പ്രകൃതമാണ്, അത് കളിക്കളത്തിലും പുറത്തും എല്ലാം. പക്ഷേ എത്ര മികച്ച രീതിയിലാണ് അദ്ദേഹം ഇന്ത്യയെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അദ്ദേഹത്തിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ 12 സെഞ്ചുറികളുണ്ട്. അതുപോലെ 26 അർദ്ധ സെഞ്ചുറികളും ഉണ്ട്. 188 ഉയർന്ന സ്കോർ എന്ന് പറയുന്നത്. ഏകദിനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, 90 മത്സരങ്ങൾ കളിച്ചു എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ആ 3 സെഞ്ചുറികൾ നേടുവാൻ സാധിച്ചിട്ടുണ്ട്. അത് 24 അർദ്ധ സെഞ്ചുറികൾ നേടുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെ ആയിരുന്നു അജിൻക്യ രഹാനെ എന്നുള്ളത്. പക്ഷേ അർഹതപ്പെട്ട ഒരു വിരമിക്കലല്ല അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു കാലത്ത് ലക്ഷ്മണനും അതുപോലെ തന്നെ രാഹുൽ ദ്രാവിഡും ഒക്കെ വിരമിച്ച സമയത്ത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ താങ്ങി നിർത്തിയ 2 താരങ്ങളായിരുന്നു ചേതേശ്വർ പുജാരയും അതിൽ അജിൻക്യ രഹാനെ എന്ന് പറയുന്നത്. പിന്നീട് അവരുടെ മെല്ലപ്പോക്കോ അല്ലെങ്കിൽ ഫോം ഔട്ട് ചെറിയ പ്രശ്നം വന്നപ്പോഴൊക്കെയാണ് പുതിയ താരങ്ങൾ ടീമിലേക്ക് കടന്നു വരികയും അങ്ങനെ അവരുടെ സ്ഥാനം നഷ്ടപ്പെടുകയുമാണ് ചെയ്തത്. എന്തുതന്നെയായാലും വളരെ മികച്ച ഒരു താരം, പല നിർണായക ഘട്ടത്തിലും ഇന്ത്യയെ താങ്ങി നിർത്തിയ ഒരു താരം തന്നെയാണ് അജിൻക്യ രഹാനെ. അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, IPL അദ്ദേഹം കളിക്കുന്നുണ്ട്. വിവിധ ഫ്രാഞ്ചൈസികൾക്കായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട്. നിലവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലാണ് അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹത്തിന് IPL പോലെയുള്ള ക്ലബ്ബ് മത്സരങ്ങളിലൊക്കെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇനിയും കാണാം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തിനായാലും ബിഗ് സല്യൂട്ട്.
അജിങ്ക്യ രഹാനെ താങ്കൾ രാജ്യത്തിന്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് നൽകിയ ആ ഒരു സംഭാവനയെല്ലാം ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അജിങ്ക്യ രഹാനെ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വ്യക്തി എന്ന നിലയിൽ അജിങ്ക്യ രഹാനെ നമ്മൾ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയായിരുന്നു. നമുക്കറിയാം, സച്ചിൻ തെണ്ടുൽക്കർ എന്ന മഹാരഥൻ അജിങ്ക്യ രഹാനെയുടെ വിരമിക്കൽ വാർത്ത പുറത്തു വന്നതിന് പുറമെ എക്സിൽ കുറച്ച ഒരു വാചകം ഒരു കുറിപ്പ് നമ്മൾ വായിച്ചതാണ് എല്ലാവരും. അദ്ദേഹം പറഞ്ഞത്, മുംബൈയിൽ ഒന്നിച്ച് കളിച്ച് തുടങ്ങുന്ന കാലം തൊട്ട് ഞാൻ നിന്നിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, വളരെ ശാന്തമായി കളിക്കുന്നു. വ്യക്തിഗത നേട്ടത്തിനല്ലാതെ ടീമിന് വേണ്ടി എന്താണോ കളിക്കേണ്ടത്, എന്താണോ ചെയ്യേണ്ടത്, അത് കൃത്യമായി ചെയ്യാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു കരിയർ നിനക്കുണ്ടായത് എന്നതാണ്. 2013 അജിങ്ക്യ രഹാനെ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് അരങ്ങേറ്റം കുറിക്കുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ സഹ ഓപ്പണർ എന്ന് പറയുന്നത് സച്ചിൻ തെണ്ടുൽക്കർ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ മാന്യൻ എന്നാണ് അറിയപ്പെടുന്നത് അജിങ്ക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഭാവങ്ങൾ തരുന്നു. ബിഗ് സല്യൂട്ട് ഫോർ അജിങ്ക്യ രഹാനെ. കൂടുതൽ അപ്ഡേഷനായി നമ്മുടെ SS സ്പോർട്സ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.